വീട്ടിൽ തന്നെ മഞ്ഞൾ പൊടിച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ കുറച്ച് മഞ്ഞളുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ ആദ്യം കഴുകി വരുവാണ്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യണം. അതിൽ മണ്ണും ചെളിയും അഴുക്കും എല്ലാം പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. എല്ലാം നന്നായിട്ട് കഴുകണം. 3-4 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകണം. ഞാൻ ഇന്ന് കഴുകിയെങ്കിൽ അത് ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് പിറ്റേ ദിവസമാണ് ഞാനത് നന്നായിട്ട് കഴുകിയെടുക്കുന്നത് കേട്ടോ. എന്നതിന് ശേഷം ഇത് നോക്ക്, നല്ലതായിട്ട് നല്ല ക്ലീനായി മഞ്ഞൾ. ഇതുപോലെ മൂടി വയ്ക്കണം. പൂച്ചയൊക്കെ ഒത്തിരിയുള്ള വീടാണല്ലോ, അപ്പോൾ ഇതുപോലെ എല്ലാം അടച്ചു വയ്ക്കും. എന്നതിന് ശേഷം ഞാൻ അകത്തേക്ക് എടുത്തുകൊണ്ട് വന്ന് ഞാൻ വർക്ക് ഏരിയയിൽ തന്നെ അത് ഒരു ഷീറ്റിലേക്ക് അത് നിവർത്തിയിട്ടു, അതിലെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ രാത്രി ഇരുന്ന് അത് ചെറിയ ചെറിയ പീസുകളായിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. അത് 2-3 ട്രിപ്പായിട്ട് ചെറിയതായിട്ട് അരിഞ്ഞ മഞ്ഞളൊക്കെ വേഗം ഉണങ്ങുമല്ലോ. പിന്നെ കുറച്ചും കൂടി വലിപ്പം കൂടി അരിയണ മഞ്ഞൾ പിന്നെ സെക്കൻഡ് ട്രിപ്പിലാണ് അത് ഉണങ്ങി വരിക. പല പല ടൈപ്പാണ് ഞാൻ അരിഞ്ഞത്. അപ്പോൾ ആദ്യം ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ വേഗം തന്നെ പൊടിയാക്കാൻ പറ്റി. ബാക്കിയുള്ളതൊക്കെ 2-3 ദിവസമൊക്കെ ഉണക്കിയെടുക്കണം. ഇതിൻ്റെ പിന്നിൽ ഒത്തിരി സമയം വേണം. ഒരു 3-4 ദിവസത്തെ പണിയാണ് കേട്ടോ. ഉണങ്ങി വരുന്ന മഞ്ഞളൊക്കെ ഞാൻ പതുക്കെ പതുക്കെ മിക്സിയുടെ ജാറിൽ തന്നെയാണ് പൊടിക്കുന്നത്. പൊടിച്ചെടുത്ത് അത് വീണ്ടും ഉണക്കും, വീണ്ടും പൊടിക്കും. അങ്ങനെ 2-3 ദിവസത്തെ ഒരു ഇഫേർട്ടാണ്. ഇങ്ങനെ നല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അത് നല്ലൊരു ഇഫേർട്ട് തന്നെയാണ്. പക്ഷേ മായമില്ലാത്ത മഞ്ഞൾ നമുക്ക് കഴിക്കാം.